നിങ്ങളെ ഞാനിന്ന് കുറേ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഗേറ്റ് കയറി വരുമ്പോൾ അകത്ത് കുളവും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടോ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പറയണേ ഇത് ഏതായിരിക്കും സ്ഥലം എന്നുള്ളത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളണം കേട്ടോ. ഇതേ അടുത്ത സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മളെത്തിയത് ഇത് പരശുരാമനാണ്. പരശുരാമൻ കേരളം നിർമ്മിക്കുന്നതിന് വേണ്ടി മെഴു എറിയാൻ വേണ്ടി നിൽക്കുകയാണ്, മഴുവും കയ്യിൽ വെച്ചുകൊണ്ട്. കണ്ടോ, നല്ല ഗാർഡനും നല്ല ചെടികളും നല്ല സ്റ്റാച്ചുവൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. പാരിജാതം, ഇങ്ങനെ ഒത്തിരി ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ചെടികളുടെയും പേരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചെടികളെ നമുക്കിവിടെ പരിചയപ്പെടാം. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വന്നാൽ സന്തോഷത്തോടുകൂടി ഒത്തിരി നേരം കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ്, ഒത്തിരി പ്ലേ ഏരിയയൊക്കെ ഇവിടെ ഉണ്ട്. നല്ല പാർക്കുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും അന്യം നിന്ന് പോയ മൺമറഞ്ഞു പോയ കാവുകളൊക്കെ ഇല്ലേ, കാവിൻ്റെയൊക്കെ ഒരു ഫീലിലാണ് ഇവിടെയുള്ള ഓരോരോ സ്ഥലങ്ങളും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കാവിൻ്റെ ഫീലിലുള്ള സ്ഥലമാണ്. മരങ്ങളും വള്ളികളൊക്കെ ആയിട്ട് കണ്ടു. ശരിക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ കാവാണ് കേട്ടോ. ഒരു ഭീകരത തോന്നുന്നില്ലയോ? കാട്ടിനുള്ളിലൂടെ കുറേ ദൂരം നടന്ന് നമ്മൾ ചെന്നിട്ടത് ആ ഒരു കൊമ്പൻ്റെ മുന്നിലേക്കാണ്. ഒരു കൊമ്പൻ മരമൊക്കെ ചവിട്ടി ഓടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടോ. എന്താ രസമെന്ന് നോക്കിയാൽ ഈ കൊമ്പൻ്റെ മുന്നിൽ പോയി കൊമ്പനെ ഒന്ന് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള വള്ളിക്കുടലുകളും അതിനോടൊപ്പം തന്നെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അതിനകത്തെല്ലാം ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഒരു 10-30 ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു തീം പാർക്കാണിത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ നടന്ന് നമുക്ക് താമസിക്കാനുള്ള റൂമിലെത്തി കേട്ടോ. ഈ കോട്ടേജിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. എങ്ങനെ ഇവിടെ റൂം എടുക്കാം, എത്ര രൂപയാണ് ഇവിടെ വരുന്നതിന്, എങ്ങനെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടാവും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അടിപൊളി ഒരു ജാതി മരവും ജാതിക്കായുടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി. ഞാൻ അകത്തേക്കൊന്ന് നടന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകണ്ടോ. ഇതൊരു ഫ്ലോട്ടിംഗ് റൂമാണ്. ആ കാണുന്നതെല്ലാം ഇതേപോലുള്ള റൂംസാണ് കേട്ടോ. അതിൻ്റെ മധ്യത്തൊരു പാലമൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.